അല്പം മുമ്പ് ഗബ്രി ജാസ്മിനോട് ലൈവിൽ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ പവർ റൂമിൽ ഒന്ന് ഇറങ്ങി വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും നോമിനേഷനിലേക്ക് വിടാൻ വേണ്ടി. ചറപറ നോമിനേഷനുകൾ തന്നെയായിരിക്കും എന്ന് പറയുന്നു. കാരണം അത്രമാത്രം നമ്മളോട് ഇവർക്ക് വൈരാഗ്യമുണ്ട്. ശരിയാണ്, ഗബ്രിയും ജാസ്മിനും മിക്ക സമയങ്ങളിലും ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമാണ് മറ്റുള്ള ആൾക്കാർക്കൊരു കുത്തലുണ്ടാവുക എന്നുള്ളത്. അവർ തമ്മിൽ പ്രണയമാണോ, പ്രണയമാണെങ്കിൽ പ്രണയമാണെന്ന് തുറന്നു പറയുക, ഇതൊരുമാതിരി പൊതിക്കാതിട്ട് ഉരുട്ടുന്നൊരു പരിപാടിയല്ലേ. ഗബ്രിയും ജാസ്മിനും തമ്മിൽ പ്രണയിക്കുന്നത് കാണുവാനും അങ്ങനെ ഒരു കോംബോ സെറ്റായി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചധികം കോണ്ടന്റുകൾ ലഭിക്കും എന്ന് കരുതി കാത്തിരുന്ന ആൾക്കാർക്കൊക്കെ നിരാശയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായിട്ടൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അവർക്കെതിരെ തിരിയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ വെറും പട്ടി ഷോ മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ്. സോഷ്യൽ മീഡിയകളിലെ പല കമന്റുകളും പല വീഡിയോസും ഒക്കെ കാണുമ്പോൾ ഇവർ തമ്മിൽ ഒന്ന് പ്രണയിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ചിലർക്കെങ്കിലും അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ടാകും. അതുണ്ടാകാത്തതിൽ അവർക്ക് വലിയ അരിശവും ഇപ്പോഴുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രി ജോഡി അകത്തും പുറത്തും ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങളും എതിർപ്പുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ജാസ്മിനെതിരെ അതിരൂക്ഷമായ ആക്രമണം നോറ ഒരു ഭാഗത്ത് അഴിച്ചുവിടുന്നുണ്ടായിരുന്നു. നോറ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൾ ഒട്ടും തന്നെ ശരിയല്ല. ഇവിടെ വരുന്നതിന് മുൻപ് അവൾ എന്നെ എത്രമാത്രം ആക്രമിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ഒരുപക്ഷെ നിങ്ങൾ ഇതിനകത്തുനിന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുമായിരിക്കും. എന്നെ ക്രൂരമായി ആക്രമിച്ചവളാണ് ജാസ്മിൻ. ഇവിടേക്ക് ഞാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് അതിനൊക്കെ മാപ്പ് പറഞ്ഞവളാണ്. ഇവിടെ വന്നതിന് ശേഷം അവൾ എന്നോട് ഫ്രണ്ട്ഷിപ്പ് കൂടി. എന്നോട് 3-4 ദിവസം ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് അതിലധികമായിട്ട് ഇവിടെ ഇട്ട് അവൾ എന്നെ ആക്രമിച്ചു. പക്ഷേ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തയ്യാറല്ല. റോക്കി, നോറ, ഇപ്പോൾ മുടിയൻ, അങ്ങനെ പല ആൾക്കാരും ആ വീടിനുള്ളിൽ ജാസ്മിനെയും ഗബ്രിയെയും ഇല്ലാതെയാക്കുവാനുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്പം കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും.